ഹലോ, ഗുഡ് മോർണിംഗ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യണേ. അപ്പോൾ ഇന്ന് നമ്മൾ അമ്മുക്കുട്ടിയുടെ പല്ലിനെ ചെറിയൊരു ഓട്ട, അപ്പോൾ അത് അടയ്ക്കാൻ വേണ്ടി പോവാട്ടോ. ചെറിയ ആളെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ബസ്സിന് പോകണേട്ടാ. അപ്പോൾ ഓട്ടുപാറയിലാട്ടോ ഈ ഹോസ്പിറ്റൽ വരുന്നത്. ജില്ലാ ആശുപത്രി അല്ല, ജില്ലാ ആശുപത്രിയുടെ ബാക്കിലായിട്ട് DEI സെൻറ്റർ അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ട് കേട്ടോ. ഇവിടെ 6 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഡെൻ്റൽ ഡോക്ടറുടെ സർവീസ് ഫ്രീ ആയിട്ടുണ്ട് കേട്ടോ. നമ്മളുടെ ഒരു കസിൻ ചേച്ചി പറഞ്ഞിട്ടാട്ടോ ഈ സ്ഥലം ഞാൻ അറിഞ്ഞത്. ഈ സ്ഥാപനം ശരിക്കും പ്രവർത്തിക്കുന്നത് ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടെ ഇതിൽ കാണിച്ചിരിക്കുന്ന അത്രയും ഡോക്ടേഴ്സിൻ്റെ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ് കേട്ടോ. ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ 18 വയസ്സ് വരെ ഇവിടെ സേവനങ്ങളുണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ സെക്കൻഡ് ടൈം ആയിട്ട് വരുന്നത്. ഫസ്റ്റ് ടൈം വന്നപ്പോൾ രജിസ്റ്റർ ചെയ്തു മോളുടെ പേര്, എന്നിട്ട് ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കാണുമ്പോൾ നമ്മൾ എല്ലാ ഡോക്ടേഴ്സിനും ഫസ്റ്റ് ടൈം വരുമ്പോൾ എല്ലാ ഡോക്ടേഴ്സിനും കാണിക്കും കേട്ടോ. കാണിക്കാൻ അവർ പറയും. അപ്പോൾ എല്ലാ ഡോക്ടേഴ്സും മോളുടെ കാര്യങ്ങൾ ചെക്ക് ചെയ്യും. അവരുടേതായ സേവനങ്ങൾ നമുക്ക് കിട്ടും. എന്നിട്ട് പിന്നെ ലാസ്റ്റ് ഡെൻ്റൽ ഡോക്ടറെ അടുത്ത് പോയിട്ട് മോളുടെ പല്ല് ഓട്ട അടച്ചായിരുന്നു. എന്നിട്ട് അവർ 2 വീക്ക് കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ക്വാളിറ്റിയുള്ള ഗമ്മ് വെച്ചിട്ട് ഒട്ടിക്കാനാണ് ചെല്ലാൻ പറഞ്ഞത്. അപ്പോൾ ഇത് നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയാട്ടോ. അവരിവിടെ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അവരുടെ മോൻക്ക് സ്പീച്ച് തെറാപ്പി ഉണ്ട് ഇവിടെ സ്ഥിരമായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴേ കറണ്ട് കട്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം പോസ്റ്റാവ് പറഞ്ഞാൽ ഒരു അരമണിക്കൂറോളം പോസ്റ്റായി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലാട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുത്ത്. അമ്മുക്കുട്ടിക്കാണെങ്കിൽ ഇത് അവിടെ നല്ലൊരു പ്ലേ ഏരിയയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവൾക്ക് ഒട്ടും ബോറടിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ നല്ലോണം എൻജോയ് ചെയ്തു കേട്ടോ അവിടെ. ഇതുപോലെ നമ്മളെപ്പോലെ പോസ്റ്റായ കുറച്ച് കുട്ടികളും ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവരൊക്കെ കൂടെ അവൾ ഇവിടെ കളിച്ചു. കഴിഞ്ഞ തവണ വന്നപ്പോഴും അവൾ ഗംഭീര കളി തന്നെയായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ കറണ്ടൊക്കെ വന്നപ്പോൾ ഡോക്ടറെ കാണിക്കാൻ മേലേക്ക് പോകാൻ വിളിച്ചിട്ടും വരുന്നുണ്ടായിരുന്നില്ല. അത്രയും കളിയിൽ ആൾ മുഴുകി കേട്ടോ. പിന്നെ ഒരു വിധത്തിൽ ഡോക്ടറെ വിളിക്കുന്നുണ്ട്. ഡോക്ടറെ കണ്ടു കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് നേരം ഇരുന്ന് കളിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ടുപോയത്. അപ്പോൾ ആൾ പറയുക എന്താ ഉണ്ണീനെ കൂടെ കൊണ്ടുവരണം കേട്ടോ അമ്മ, ഇനി അടുത്ത തവണ വരുമ്പോൾ ഉണ്ണിക്ക് നല്ല ഇഷ്ടമാവും ഇവിടെ എന്നൊക്കെ. അങ്ങനെ ഒരു ടെൻഷനും ഇല്ലാണ്ട് നല്ല ഫ്രീ ആയിട്ട് അമ്മ ഇരുന്ന് കാണിച്ചു കൊടുത്തു കേട്ടോ. കഴിഞ്ഞ തവണ വന്നപ്പോഴും അതെ, ഇത്തവണ അതെ, നല്ല ഫ്രീ ആയിട്ടാണ് കേട്ടോ അമ്മ ഇവിടെ ഇരിക്കണത്. ഡോക്ടേഴ്സ് അതെ കേട്ടോ, നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഡോക്ടേഴ്സായിരുന്നു. വീട്ടിൽ ഞാൻ പല്ലേക്കാൻ വിളിക്കുമ്പോൾ ഭയങ്കര പേടി കൂടുതലാണ് കേട്ടോ അവൾക്ക്. ഇവിടെ അങ്ങനെ ഒന്നുമില്ല. എനിക്ക് അതിശയമായിട്ടോ അമ്മൂൻ്റെ കാര്യം അത് ആലോചിച്ചിട്ട്. പിന്നെ വന്നിട്ട് ഒരു അരമണിക്കൂറും 1 മണിക്കൂറിന് ശേഷം ഭക്ഷണം കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അപ്പം മോൾക്ക് എന്തെങ്കിലും വേണ്ടി വരും. അതുകൊണ്ട് വീണ്ടും ഒരു അരമണിക്കൂറോളം നമ്മൾ ആ പ്ലേ ഏരിയയിൽ തന്നെ ചിലവഴിച്ചു കേട്ടോ. അങ്ങനെ പുറത്തിറങ്ങിയിട്ട് വേഗം ചായയൊക്കെ കുടിച്ചു വീണ്ടും തിരിച്ച് പോന്നു. വീട്ടിലത്തെ അവസ്ഥ എന്തായി കാണാവോ. അച്ഛമ്മയും മോനും നല്ല അംഗമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ 6 വയസ്സിന് താഴെയുള്ള മക്കൾക്ക് ഇതുപോലെ ഡെൻ്റൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഈ സ്ഥാപനത്തെക്കുറിച്ച് ഓർക്കാൻ മറക്കണ്ട കേട്ടോ.